ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ വോട്ടർമാരായിരിക്കും വിധി നിശ്ചയിക്കുക. അത് നിലവിലെ സാഹചര്യത്തിൽ UDF-ന് അനുകൂലമാവാനാണ് എല്ലാ സാധ്യതയും. പോളിംഗ് ദിവസം ഓർമ്മയുണ്ടല്ലോ, അന്ന് രാവിലെ ഏതാണ്ട് ഉച്ചവരെ സ്ത്രീകളും പെൺകുട്ടികളും ചെറുപ്പക്കാരും പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകി വന്ന് എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ വോട്ട് ചെയ്യുകയായിരുന്നു. വനിതകളുടെ പോളിംഗിൽ ഇക്കുറി 7.25% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അവരെങ്ങോട്ടാണോ ചായുന്നത്, അവര് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരമേറും എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം കൂടിയത് ആരെയാണ് തുണയ്ക്കുക, സഹായിക്കുക, LDF-നെയാണോ UDF-നെയാണോ എന്ന ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളും തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരും മാധ്യമ പ്രവർത്തകരുമൊക്കെ ഇപ്പോഴും വിവിധ കോണുകളിൽ നിന്ന് ഇത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിശകലനങ്ങൾക്കിടയിൽ ആരും അത്ര ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് സ്ത്രീ വോട്ടർമാരുടെ പോളിംഗിൽ ഉണ്ടായിട്ടുള്ള വലിയ വർധന എന്ന് പറയുമ്പോൾ 7.25% കൂടിയത്. അതൊരു ചെറിയ കണക്കല്ല, ചെറിയ എണ്ണമല്ല, വളരെ സൈസബിൾ ആയിട്ടുള്ള ഒരു വർധനവാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വനിതാ വോട്ടർമാരിൽ 81.19% ആളുകൾ ഇക്കുറി അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പറയുന്നത്. 2021 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 79.94% മാത്രമായിരുന്നു. അതിൽ നിന്നുള്ളൊരു കുതിച്ചുകയറ്റമാണ് ഇക്കുറി പ്രകടമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 71.86% പക്ഷെ ഇത്തവണ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ സ്ത്രീകളുടെ ഇടയിൽ വലിയ താല്പര്യമാണ് ഉണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഒഴുകിയെത്തി, കൂട്ടമായി എത്തി, എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ വോട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു. അത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. മാതൃഭൂമി ദിനപത്രത്തിൽ ഇതേപ്പറ്റി അഭിപ്രായം പറഞ്ഞ രണ്ട് പ്രമുഖരായ ആളുകൾ, ഡോക്ടർ ജയപ്രകാശും ഡോക്ടർ G ഗോപകുമാറും, ഇവർ രണ്ടുപേരും കേരള യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രമീമാംസാ വിഭാഗത്തിലെ തലവന്മാരായിരുന്നു. ധാരാളം തെരഞ്ഞെടുപ്പുകളിലെ വിശകലനം നടത്തിയിട്ടുള്ള ആളുകളാണ്. ഇവരെല്ലാം സംശയലേശമെന്നേ പറയുന്നത് ഇക്കുറി വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം പോളിംഗിൽ പ്രകടമായി എന്ന് തന്നെയാണ്. സാധാരണഗതിയിൽ ഭരണവിരുദ്ധ വികാരത്തോട് അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ധാർഷ്ട്യം, ധിക്കാരം, അഹന്ത എന്നിവയോട്, അല്ലെങ്കിൽ സർക്കാരിന്റെ ധൂർത്തിനോട്, അതുപോലെ തന്നെ മതപരമായ വിശ്വാസങ്ങളുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളോട്, ഇവയോടൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ തീവ്രമായി പ്രതികരിക്കുന്നത് സ്ത്രീകളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം വിഷയങ്ങൾ ധാരാളമായിരുന്നു. നമ്മൾ ഭരണവിരുദ്ധ വികാരത്തെക്കുറിച്ച് പറഞ്ഞു, സർക്കാരിന്റെ ധൂർത്ത്, അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ധാർഷ്ട്യവും ധിക്കാരവും. എന്തിന് മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ ഡാഷ്മോനെ എന്ന നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്തി. ശബരിമല സ്വർണ്ണക്കവർച്ച പോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ, പിന്നെ വിലക്കയറ്റം, അത് സ്വാഭാവികമായും സ്ത്രീകളാണ് അതിനോട് തീവ്രമായിട്ട് പ്രതികരിക്കാറുള്ളത്. അങ്ങനെ നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരെ പ്രതികരിക്കാൻ ആവശ്യമായ കാരണങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വർദ്ധിച്ച വനിതകളുടെ പോളിംഗ് 7.25% വർധനവ് അത് UDF-നായിരിക്കും ഏറ്റവും അനുകൂലമെന്ന് പറയാൻ പറ്റുന്നത്. വനിതാ വോട്ടർമാർ മൊത്തം കേരളത്തിൽ 1,31,21,868 പേരായിരുന്നു. അതിന്റെ 81.19% എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സൈസബിൾ ആയിട്ടുള്ള ഒരു എണ്ണമാണ്. അവരുടെ പങ്കാളിത്തം ഇത്തവണത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അത് മാത്രമല്ല, കേരളത്തില് പുരുഷന്മാരെക്കാൾ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പോളിംഗിൽ ഉണ്ടായ വർധന തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും, വളരെ നിർണായകമായി മാറുകയും ചെയ്യും. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ സ്ത്രീ വോട്ടർമാരുടെ വോട്ടിങ്ങിൽ അല്ലെങ്കിൽ അവരുടെ ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വർധനവുണ്ടായത് 1987 തെരഞ്ഞെടുപ്പിലാണ്. 80.58% സ്ത്രീ വോട്ടർമാർ അന്ന് വോട്ട് രേഖപ്പെടുത്തുകയുണ്ടായി. അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഇടതുപക്ഷ മുന്നണി KR ഗൗരിയമ്മയാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് വെച്ചത്. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി കേരളം ഭരിക്കുമെന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അതുപോലെ തന്നെ
അന്ന് ഭരണം നടത്തിക്കൊടുന്ന കെ കരുണാകരന്റെ മന്ത്രിസഭയ്ക്കെതിരായിട്ട് വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു. അതിലൊന്ന് ഈ തങ്കമണി കേസായിരുന്നു. ഏതാണ്ട് തെരഞ്ഞെടുപ്പിനടുത്താണത് സംഭവിച്ചത്. ഇടുക്കിയിലെ തങ്കമണി എന്ന പ്രദേശത്ത് ഒരു കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഇരുളിന്റെ മറവിലെ സ്ത്രീകളെ അതിക്രൂരമായിട്ട് കടന്നാക്രമിച്ചു എന്നുള്ളതായിരുന്നു ആ കേസ്. അത് തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു. അതുമാത്രമല്ല, പ്രീ ഡിഗ്രി ബോർഡ് സമരം, നിലയ്ക്കൽ പ്രശ്നം അന്ന് കേരള സമൂഹത്തിൽ വലിയ സാമുദായികമായ വിടവുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ഭൂരിപക്ഷ സമുദായം അന്നത്തെ ഭരണകൂടത്തിനെതിരെ തിരിയാൻ കാരണമാക്കിയ ഒന്ന്. അതുപോലെ തന്നെ ശരീഅത്ത് വിവാദം, മന്ത്രി MP ഗംഗാധരനെതിരായിട്ടുണ്ടായ പൈപ്പ് കുംഭകോണ കേസ്, R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരായിട്ടുള്ള ഇടമലയാർ ഗ്രാഫൈറ്റ് കേസുകൾ, അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ കരുണാകരൻ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അന്ന് കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ എന്നത്തെക്കാളും ഉപരി വളരെ രൂക്ഷമായിരുന്നു താനും. അങ്ങനെ LDFന് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്ത്രീകളുടെ പോളിംഗിൽ വലിയ ശതമാന വർധനവുണ്ടായത്. ആ തെരഞ്ഞെടുപ്പിൽ 78 സീറ്റുകൾ നേടി LDF അധികാരത്തിൽ എത്തുകയും ചെയ്തു. പക്ഷെ ഒരു കാര്യം മാത്രം സംഭവിച്ചില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കും എന്ന് പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രിയായത് EK നായനാരായിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ KR ഗൗരിയമ്മ ആലപ്പുഴയിൽ അവരുടെ ഒരു നയപ്രഖ്യാപന പ്രസ്താവന നടത്തിയിട്ട് കാറിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ സീറ്റില് EK നായനാര് ഇരിപ്പുറപ്പിച്ച് കഴിഞ്ഞിരുന്നു. ഇതേപോലൊന്ന് മറ്റൊരു സന്ദർഭത്തിലും ആവർത്തിക്കുകയുണ്ടായി. 1996 അന്ന് VS അച്യുതാനന്ദനെയാണ് ഇടതുപക്ഷ മുന്നണി മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടിയത്. EK നായനാർ മത്സരിച്ചിരുന്നില്ല, അദ്ദേഹം മത്സരിക്കാതെ മാറി നിന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മാരാരിക്കുളത്ത് അപ്രതീക്ഷിതമായിട്ട് VS അച്യുതാനന്ദൻ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ആ സാഹചര്യത്തിൽ ഡൽഹിയിൽ കൂടിയ CPMന്റെ കേന്ദ്ര കമ്മിറ്റി സുശീല ഗോപാലനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചത്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി EK നായനാർ ആ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ സുശീല ഗോപാലിനെതിരായിട്ട് പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ഞാനും മത്സരിക്കുന്നു. MLA അല്ലെങ്കിലും മത്സരിക്കാം. മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ 6 മാസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ മതി. ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് EK നായനാര് മത്സരിക്കുന്നുവെന്ന് സംസ്ഥാന സമിതിയെ അറിയിച്ചു. അന്ന് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നിരുന്ന EK നായനാരും VS അച്യുതാനന്ദനും തമ്മിലൊരു ധാരണയുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് VS പക്ഷം EK നായനാരെ പിന്താങ്ങാൻ തീരുമാനിച്ചത്. അന്ന് EK നായനാരും സുശീല ഗോപാലിനും ഒക്കെ പാർട്ടിയിലെ ഈ വിഭാഗീയതയിലെ CI2 വിഭാഗത്തിനൊപ്പം നിന്നിരുന്നവരാ. പക്ഷേ അതേ പക്ഷത്തുള്ള സുശീല ഗോപാലിനെതിരെ EK നായനാർ മത്സരിക്കുകയും നേരിയ വ്യത്യാസത്തിൽ വിജയിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടാം തവണയും LDFന്റെ പ്രതിനിധിയായ ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത അല്ലെങ്കിൽ സാഹചര്യം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമാക്കിയാണ് UDF അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത്. അവര് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടി, അതിൽ ഏതാണ്ട് 5ഉം സ്ത്രീകൾക്ക് പ്രയോജനം ലഭിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ, ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് സ്കീം, പിന്നെ ക്ഷേമ പെൻഷൻ, എല്ലാവർക്കുമുള്ള ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു എന്ന വാഗ്ദാനം. ഇതൊക്കെ സ്വാഭാവികമായും സ്ത്രീകളെ വളരെയേറെ ആകർഷിച്ച ഘടകങ്ങളാണ്. അതുപോലെ തന്നെ വിലക്കയറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. അതിന്റെ തിക്തഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഈ വിലക്കയറ്റത്തിന്റെ. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കൾക്കും വില കയറി, കുതിച്ചു കയറി. അതൊക്കെ പെട്ടെന്ന് തൊട്ടറിഞ്ഞത് സ്ത്രീകളാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതൊക്കെ സ്ത്രീ വോട്ടർമാരുടെ ചിന്തയെ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെയാണ് ആശാ വർക്കർമാരുടെ സമരം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ് ആശാ വർക്കർമാർ. അവരുടെ സമരത്തോട് പിണറായി സർക്കാർ എടുത്തൊരു സമീപനം, നിഷേധാത്മകമായ ഒരു സമീപനം, 1 രൂപ പോലും ശമ്പളം കൂട്ടിക്കൊടുക്കില്ലെന്നുള്ള ഗവൺമെന്റിന്റെ തീരുമാനം. അവസാനം സമരം ചെയ്തിരുന്ന സ്ത്രീകൾക്ക് സെക്രട്ടേറിയറ്റ് മുമ്പിലെ സമരപ്പന്തലില് തലമുണ്ടനം ചെയ്യേണ്ടി വന്നു. മഴയോ വെയിലോ വകവെക്കാതെ അവര് ദീർഘകാലം സമരം നടത്തിയിട്ടും അനുകൂലമായ ഒരു തീരുമാനമെടുക്കാൻ പിണറായി സർക്കാർ തയ്യാറായില്ല. വല്ലാത്ത ഒരുതരം ധാർഷ്ട്യമാണ് ആ സമരത്തോട് ഗവൺമെന്റ് എടുത്തത്. ഇതൊക്കെ സ്ത്രീ വോട്ടർമാരെ
സ്വാധീനിച്ച ഘടകങ്ങളാണ്. പിന്നെ സർക്കാരിന്റെ ധൂർത്ത്, ധാർഷ്ട്യം, പിന്നെ മുഖ്യമന്ത്രിയുടെ ഡാഷ് മോനെ വിളി, ഇതൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ അവരെ ഇത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി രാഷ്ട്രീയമായി ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ സ്ത്രീകളുടെ തീരുമാനത്തെ, ആർക്ക് വോട്ട് ചെയ്യണമെന്ന തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സ്ത്രീകളുടെ പോളിംഗിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ വർധനവ് 7.25% വർധനവ് UDF ആയിരിക്കും സ്വാഭാവികമായും പിന്തുണയ്ക്കുക എന്ന്. അതേസമയം പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സ്ത്രീകളുടെ ഈ ഒഴുക്ക് LDF അനുകൂലമാകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു ഘടകങ്ങളും നമ്മുടെ മുമ്പിൽ ഇല്ലതാനും.